ശനിയുടെ ഉപഗ്രഹത്തിൽ പുഴയും കടലുമൊക്കെ ഉണ്ടോ? നമുക്ക് നോക്കാം. സൗരയൂഥത്തിൽ പുഴയും കടലുമെല്ലാം ഉള്ളത് ഭൂമിയിൽ മാത്രമായിരിക്കില്ലെന്നത് നേരത്തെ തന്നെ ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ സൗരയൂഥത്തിൽ എവിടെയാകും അവയെന്ന് വ്യക്തമായിരുന്നില്ല. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലും ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാനിലും ജലസാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടുവെങ്കിലും ഭൂമിയിലേതിന് സമാനമായ ജലമായിരുന്നില്ല അവയൊന്നും. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്തിന്റെ അന്വേഷണങ്ങൾ പിന്നെയും തുടർന്നു. ഇപ്പോഴിതാ തീർത്തും അപ്രത്യക്ഷമായി ചില വിവരങ്ങൾ ഗവേഷകർ പുറത്തുവിട്ടിരിക്കുന്നു. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റാൻ. അവിടെ കടലും പുഴയുമൊക്കെ ഉണ്ടത്രേ. പക്ഷേ ഭൂമിയിലേതുപോലെയുള്ള ജലമല്ല, മറിച്ച് മീഥെയ്ൻ, ഈഥെയ്ൻ തുടങ്ങിയ ദ്രവ ഹൈഡ്രോ കാർബണുകളാണിവ. ഭൂമിയിലെ എണ്ണ ഖനന കേന്ദ്രങ്ങളിലും മറ്റുമുള്ളതിനേക്കാൾ ദ്രവ ഹൈഡ്രോ കാർബണുകൾ ടൈറ്റനിലുണ്ടെന്നായാണ് വിവരം. നാസയുടെ കസ്സിനി ദൗത്യത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തലുകൾ അത്രയും. 1997 ശനിയെക്കുറിച്ച് പഠിക്കുവാനായി നാസ വിക്ഷേപിച്ചതായിരുന്നു കസ്സിനി. 2017 ശനിയുടെ അന്തരീക്ഷത്തിൽ ഇടിച്ചിറങ്ങിയ കസ്സിനി പിന്നീട് വിവരങ്ങളൊന്നും ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. അവസാന കാലത്ത് കസ്സിനി അയച്ച വിവരങ്ങൾ അപഗ്രഥിച്ചാണ് ഗവേഷകർ ഇപ്പോൾ ജലസാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.